പാൻ ചൂടാക്കി 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് മെൽറ്റായിട്ട് വരുമ്പോൾ 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് യോജിപ്പിക്കുക. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ഉപയോഗിക്കുക. ഇന്ന് വീഡിയോയിലുള്ളത് നമ്മുടെ ഒരു കുട്ടി ഷെഫാണ് കേട്ടോ. കേക്ക് തയ്യാറാക്കാൻ 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. 4 മുട്ടയിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കേക്ക് ഫ്ലോറും 1/4 കപ്പ് തേങ്ങാപ്പാലും കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ബേക്ക് ചെയ്യാനുള്ള കേക്കിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കാരമലൈസ്ഡ് കോക്കനട്ട് നിരത്തുക. ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായി ടാപ്പ് ചെയ്തെടുക്കുക. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഇത് നമുക്കൊരു 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം നമ്മുടെ കുട്ടി ബേക്കർ ഇതൊരു ട്രേയിലേക്ക് കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാനുള്ള ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് കോക്കനട്ട് മിൽക്കിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് കാരമലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സോസ് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. കുറച്ച് സോസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കേക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി സോസും കൂടെ ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കാരമൽ കോക്കനട്ട് മിൽക്ക് കേക്ക് റെഡിയാണ്.